ലക്ഷ്മിയെടുത്തി എന്തുണ്ടായി? നെല്ല് തീർന്നു എന്ന് പറഞ്ഞയച്ചത് ആ കൃഷ്ണൻകുട്ടിയെ. പാടത്ത് പണിയെടുപ്പിച്ച് നിൽക്കുകയായിരുന്നു ഏട്ടൻ. അവിടെ ചെന്ന് പറഞ്ഞത് ഇഷ്ടമായില്ല. ആ, ഇവിടെ ചോദിക്കാൻ ആരാ? കൃഷ്ണൻകുട്ടി, പോയി മേല് കഴിയിട്ട് വരൂ. അമ്മാവാജിമ്മാവെന്നൊന്നും നീ വിളിക്കണ്ട. വന്ന കാര്യം പറഞ്ഞു തൊളിച്ചതങ്ങൾ പൊക്കോ. കാര്യം പറയുന്നതിന് മുമ്പ് അമ്മാവൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ? നെല്ലിന്റെ കാര്യം ചോദിക്കാനായിരിക്കും. അതുകൊണ്ട് എന്നാ കേട്ടോളൂ. എനിക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ കൊടുത്തയക്കും, ഇല്ല വെച്ചാൽ കൊടുത്തയക്കില്ല. കേട്ടല്ലോ പറഞ്ഞത്. ഇനി എന്താ? ഓ, ആ ചെക്കനെ തല്ലിയ കാര്യമായിരിക്കും. വെറുതെ അങ്ങനെ തല്ലാനേ. അമ്മാവന്റെ ചോറുണ്ടിട്ടല്ലോ അവൻ വളർന്നത്. നീ വഴക്കിടാൻ വന്നേക്കാണോ? വഴക്കുണ്ടാക്കാൻ വന്നതല്ല. എന്നാലേ ഇപ്പോഴതങ്ങനെ ആയിരിക്കുന്നു. ശ്രീകരം പോകാൻ തന്നെയാണ് അമ്മാവ് വന്നത്. ശോഭേ, ഇവളെവിടെ പോയി കിടക്കുക? ശോഭേ, ശോഭേ, ആഹാ, നീ ഇവിടെ ഇരിക്കുകയാണോ? ഈ വിളിച്ച് വിളിയൊക്കെ കേട്ടിട്ട് നീ ഇവിടെ ഇരിക്കുകയാണല്ലേ? ദേ, അച്ഛൻ വിളിക്കുന്നു. അച്ഛന് വെറുതെ ചുണ്ടു പിടിപ്പിക്കണ്ട മോളെ. അച്ഛന്റെ സ്വഭാവം നിനക്കറിയില്ലേ? മോളുടെ സ്വഭാവം അച്ഛനും അറിയില്ലേ? അങ്ങനെ ഇപ്പൊ ധൃതി പിടിച്ച് ആരും കല്യാണം ഉണ്ടാക്കണ്ട. കല്യാണം വേണ്ടപ്പം ഞാൻ പറഞ്ഞോളാം. അച്ഛനത് സമ്മതിക്കില്ല കുട്ടി. എന്നെ മേലോട്ട് പഠിപ്പിക്കാൻ വിഷമമുണ്ടെങ്കിൽ അച്ഛനൊന്ന് പറയട്ടെ. ഞാൻ വല്ല സ്കോളർഷിപ്പും വാങ്ങി പഠിച്ചോളാം. അവൾക്ക് പഠിക്കണമെന്ന്. അവള് പഠിച്ച് ഉദ്യോഗം ഉണ്ടാക്കിയിട്ട് ഇവിടെ ആർക്കും കഴിയണ്ട. ഓരോന്ന് കാണുകയും കേൾക്കുകയും ഒക്കെ കൂടി ചെയ്യുമ്പോ എനിക്ക് പേടി തോന്നുക കുട്ടി. ലക്ഷ്മി അടുത്തൊന്നും ഉണ്ടായിരിക്കും. എന്തിനാ പേടിക്കുന്നത്? നീ അയാളെ കാണാൻ കൂടി പോന്നെന്ന് കേട്ടാൽ അമ്മ എന്തിനാ അത് കേൾക്കുന്നത്? ഇവിടുന്ന് ആരും ഒന്നിനും അനങ്ങൂല. എല്ലാത്തിനും ഞാൻ തന്നെ പോണം. എന്നാലും എന്നെ നോക്കാൻ എനിക്കറിയില്ല ലക്ഷ്മി അടുത്തി. ഇവിടെ നിൽക്കൂ, ഞാനിപ്പോ വരാം. മറ്റേതും ഞാൻ തന്നെ നടത്തി കൊടുത്തു. പെണ്ണിപ്പോ എവിടെയാ? പേർഷ്യല. മിസ്റ്റർ പ്രഭു ഏത് മുറിയില്ല? 124 മുകളില. നല്ലൊരു തറവാട്ടില്ല. പറഞ്ഞിട്ട് എന്താ കാര്യം? ഇക്കാര്യം പുറത്തു പറഞ്ഞാൽ നാട്ടുകാർ പറഞ്ഞവരെ തല്ലും. നടക്കട്ടെ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലും ഇരുന്ന് പറയുന്നു എന്ന് വെച്ച് ഇത്ര പരിഭ്രമിക്കാൻ എന്തിരിക്കുന്നു? ഇരിക്കും. ഇത് കൊള്ളാം. മനുഷ്യര് പറയുന്നത് കേട്ട് പേടിച്ചേ ആരെങ്കിലും ചാടിക്കേറി കല്യാണം കഴിക്കാറുണ്ടോ? നിങ്ങൾ ഈ പെൺകുട്ടികളെല്ലാം